Today, our topic is equipments and accessories for eddy current testing method. അപ്പോൾ നമ്മൾ എഡി കറണ്ട് ടെസ്റ്റിംഗ് മെത്തേഡിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്, അതുപോലെ തന്നെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ എങ്ങനെയാണ്, എന്തൊക്കെ ആക്സസറീസ് നമുക്ക് വേണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോവുക. സോ ദ 3 ബേസിക് പീസസ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ആർ നീഡഡ് ഫോർ എഡി കറണ്ട് ടെസ്റ്റിംഗ് മെത്തേഡ്. എന്തൊക്കെയാണ്? ഇൻസ്ട്രുമെൻറ്റേഷൻ, പ്രോബ്സ്, സ്റ്റാൻഡേർഡ് ബ്ലോക്സ്. ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോയിലുണ്ട്, ആ കോയിലേക്ക് AC സോഴ്സ് കൊടുക്കണം. ദെൻ കോയിലുണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ടിലുണ്ടാകുന്ന ഇംപെഡൻസ് വേരിയേഷൻ നമുക്ക് ഡിറ്റക്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ടാവണം. ദെൻ പ്രോബ് എന്ന് പറയുന്നത് കോയിൽ, കാരണം കോയിലില്ല എങ്കിൽ നമുക്ക് എഡി കറന്റ് ടെസ്റ്റിംഗ് മെത്തേഡ് നടത്താൻ പറ്റില്ല. ദെൻ ലാസ്റ്റ് സ്റ്റാൻഡേർഡ് ബ്ലോക്സ്. നമുക്ക് നമ്മുടെ എഡി കറന്റ് ടെസ്റ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് തരുന്ന റിസൾട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് കാലിബ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ എക്യുപ്മെൻറ്റ് തരുന്ന റിസൾട്ട് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ കമ്പയർ ചെയ്യും. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ബ്ലോക്സ് ഉണ്ടാകും. ആ ബ്ലോക്സ് ഉപയോഗിച്ചുകൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മുടെ കയ്യിലുള്ള എഡി കറന്റ് ടെസ്റ്റിംഗ് മെത്തേഡ് തരുന്നതെന്ന് മനസ്സിലാക്കാനാണ് സ്റ്റാൻഡേർഡ് ബ്ലോക്സ് യൂസ് ചെയ്യുക. ഇതാണ് ഒരു ടൈപ്പ് അറേഞ്ച്മെൻറ്റ്. ഇപ്പം ഇവിടെ നമുക്കൊരു AC സോഴ്സ് ഉണ്ട്. ദെൻ നമുക്ക് 2 കോയിൽസ് ഉണ്ട്. പല അറേഞ്ച്മെൻറ്റിലുണ്ട്. നമുക്ക് ഒരു സിംഗിൾ കോയിലായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ 2 കോയിൽ വെച്ചുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ടാകും. അപ്പം പല രീതിയിൽ നമുക്ക് ഈ എഡി കറണ്ട് പ്രോബുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണും. എനിവേ, നമ്മളിവിടെ 2 കോയിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരു കോയിലിനെ നമ്മൾ സാമ്പിൾ കോയിൽ എന്നും ഒരു കോയിലിനെ റെഫറൻസ് കോയിൽ എന്നും വിളിക്കും. ദെൻ ഈ 2 കോയിലും ഒരു ബ്രിഡ്ജ് സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്താണ്. വീസ്റ്റൺസ് ബ്രിഡ്ജ് പോലത്തെ ഒരു ബ്രിഡ്ജ് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ നമുക്ക് ഈ ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ടിനെ ആംപ്ലിഫൈ ചെയ്ത് ഡിസ്പ്ലേയിൽ നമുക്ക് ഇംപെഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ആ ഇംപെഡൻസിൻ്റെ വേരിയേഷൻ കാണാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി 1 by 1 ആയിട്ട് ഓരോ കമ്പോണൻറ്റും എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതേ കാര്യം തന്നെയാണ് നമ്മളിവിടെയും പറയുക. അപ്പോൾ നമുക്കൊരു ടെസ്റ്റ് കോയിലുണ്ട്, അതുപോലെ തന്നെ റെഫറൻസ് കോയിലുണ്ട്. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഒരു ടെസ്റ്റ് കോയിൽ അല്ലെങ്കിൽ സാമ്പിൾ കോയിൽ, അല്ലെങ്കിൽ ഒരു റെഫറൻസ് കോയിൽ എന്ന് പറയുന്ന ഒരു കോയിലുണ്ടാകും. ദെൻ എ സൈൻ വേവ് ഓസിലേറ്റർ ജനറേറ്റ്സ് എ സൈനുസോയിഡൽ കറണ്ട് അറ്റ് എ സ്പെസിഫൈഡ് ഫ്രീക്വൻസി ദാറ്റ് പാസസ് ത്രൂ ദ ടെസ്റ്റ് കോയിൽ. അപ്പോൾ ഈ ഓസിലേറ്റർ ചെയ്യുന്ന കാര്യം ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ഒരു സൈനസോയിഡൽ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. ആ കറണ്ട് നമ്മൾ നേരത്തെ കാണിച്ച റെഫറൻസ് കോയിലിൽ കൂടെയും അല്ലെങ്കിൽ ടെസ്റ്റ് കോയിലിൽ കൂടെയും കടന്നു പോകുന്നു. ദെൻ ഈ 2 കോയിൽ, റെഫറൻസ് കോയിലിൻ്റെയും ടെസ്റ്റ് കോയിലിൻ്റെയും ഇംപെഡൻസ് സെയിം അല്ല. സോ അതുകൊണ്ട് നമ്മളതൊരു ബ്രിഡ്ജ് സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് 0 അല്ലെങ്കിൽ ബാലൻസ്ഡ് ആകുന്ന രീതിയിലാണ് ആ ബ്രിഡ്ജ് സർക്യൂട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. So, since the impedance of 2 coils is never exactly equal, balancing is required to eliminate the voltage difference between them. ഇത്തരത്തിൽ ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ 2 ലിമ്പുകളിലായിട്ട് നമ്മൾ 2 കോയിൽസ്, ടെസ്റ്റ് കോയിലും അതോടൊപ്പം തന്നെ റെഫറൻസ് കോയിലും കണക്ട് ചെയ്തുകൊണ്ട് ആ ബ്രിഡ്ജ് സർക്യൂട്ടിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ദെൻ ഈ ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ പിന്നീട് ആംപ്ലിഫൈ ചെയ്ത് ഡിസ്പ്ലേയിൽ കാണിക്കുക. ദെൻ മോസ്റ്റ് എഡി കറന്റ് ഇൻസ്ട്രുമെന്റ്സ് അച്ചീവ് ദിസ് ത്രൂ ആൻ AC ബ്രിഡ്ജ് ഓർ ബൈ സബ്സ്ട്രാക്ടിങ് എ വോൾട്ടേജ് ഈക്വൽ ടു ദ അൺബാലൻസ്ഡ് വോൾട്ടേജ്. ഇപ്പം ഇത്തരത്തിൽ ബ്രിഡ്ജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു AC ബ്രിഡ്ജ് യൂസ് ചെയ്യും. ആ ബ്രിഡ്ജ് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ അത്തരത്തിൽ ഇംപെഡൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ബ്രിഡ്ജ് ഉണ്ടാകും. ആ ബ്രിഡ്ജിൻ്റെ 2 ലിമ്പുകളിലായിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് കോയിലും അതുപോലെ തന്നെ റെഫറൻസ് കോയിലും വെക്കുക. ഇനി ഒരൊറ്റ കോയിലേ ഉള്ളെങ്കിൽ ആ ഒരു കോയിൽ ടെസ്റ്റ് കോയിലായിട്ട് ആക്ട് ചെയ്യും, റെഫറൻസ് കോയിൽ ഉണ്ടാവില്ല. ദെൻ വൺസ് ബാലൻസ്ഡ്, അപ്പോൾ ഇനീഷ്യലി നമ്മൾ 2 കോയിൽ സെറ്റ് ചെയ്തു, ആ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുന്നു. വൺസ് ബാലൻസ്ഡ്, ദ പ്രസൻസ് ഓഫ് എ ഡിഫക്റ്റ് ഇൻ ദ വിസിനിറ്റി ഓഫ് 1 കോയിൽ. അതായത് ഞാനതൊരു ഡയഗ്രമായിട്ട് കാണിക്കാം, ഇപ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. നമുക്ക് 2 കോയിൽസ് ഉണ്ട്, റെഫറൻസ് കോയിലും ടെസ്റ്റ് കോയിലും. ദെൻ
നമ്മളൊരു സാമ്പിൾ എടുത്തു, ഒരു സ്പെസിമെൻ, ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട സ്പെസിമെൻ. ആ സ്പെസിമെൻ എന്ന് പറയുമ്പം അത് വളരെ നീളം കൂടുതലാണ്. ഞാനിപ്പോൾ ആ സ്പെസിമെൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് കാണിച്ചിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ സാമ്പിൾ കോയിലും അല്ലെങ്കിൽ ടെസ്റ്റ് കോയിൽ എന്ന് പറയാം, ആ ടെസ്റ്റ് കോയിലും അതുപോലെ തന്നെ റെഫറൻസ് കോയിലും നമ്മൾ ഈ മെറ്റീരിയലിനോട് ചേർത്ത് വെക്കുന്നു, അല്ലെങ്കിൽ സ്പെസിമെനോട് ചേർത്ത് വെക്കുന്നു, അല്ലെങ്കിൽ സ്പെസിമെൻ്റെ അടുത്തായിട്ട് വെക്കുന്നു. ദെൻ നമുക്ക് ഈ രണ്ട് കോയിലിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇംപെഡൻസ് വേരിയേഷൻ ഉണ്ടാകും. ആ ഇംപെഡൻസ് വേരിയേഷൻ നമുക്ക് മോണിറ്ററിൽ കാണാൻ സാധിക്കും. ഇനി ഈ ടെസ്റ്റ് കോയിൽ അതിനടുത്തായിട്ട് എവിടെയെങ്കിലും ഒരു ഡിഫക്റ്റ് വരുന്നു എന്ന് കരുതുക. അതായത് ഈ ഒരു സ്പെസിമെനിൽ ഡിഫക്റ്റ് ഇല്ലാത്ത ഒരു കേസിൽ നമുക്ക് ഈ സാമ്പിൾ കോയിലിൽ നിന്നും അതുപോലെ തന്നെ റെഫറൻസ് കോയിലിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് സെയിം ആണ്. ഓക്കെ, ഇൻ കേസ് എവിടെയെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ ആ ഡിഫക്റ്റ് ഉള്ള പോർഷനിൽ ഈ സാമ്പിൾ കോയിൽ വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും? അവിടെ ഒരു ഇംപെഡൻസിന് വ്യത്യാസം ഉണ്ടാകും. അതായത് റെഫറൻസ് കോയിലിൻ്റെ എന്താണോ ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ട് അല്ല ടെസ്റ്റ് കോയിലിൻ്റെ ഔട്ട്പുട്ട്. കാരണം റെഫറൻസ് കോയിൽ നോക്കുമ്പോൾ റെഫറൻസ് കോയിൽ ഡിഫക്റ്റ് ഇല്ലാത്ത റീജിയനിലാണ്, ടെസ്റ്റ് കോയിലാകട്ടെ ഡിഫക്റ്റ് ഉള്ള റീജിയനിൽ. സോ ടെസ്റ്റ് കോയിലിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും ആസ് കമ്പയർ ടു റെഫറൻസ് കോയിൽ. സോ ഈ ഒരു ഡിഫറൻസ് നമുക്ക് തന്നെ ആംപ്ലിഫൈ ചെയ്ത് മോണിറ്ററിൽ കാണാൻ സാധിക്കുന്നു. സോ once balanced, the presence of a defect in the vicinity of one coil creates a small unbalanced signal, which is then amplified, filtered and displayed on monitor. അപ്പം ഇത്തരത്തിൽ ഈ ഒരു കോയിൽ, ആ കോയിലിൻ്റെ അടുത്തായിട്ട് ഒരു ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ആ ബ്രിഡ്ജ്, നേരത്തെ ബാലൻസ് ചെയ്തിരിക്കുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്ന അൺബാലൻസ്ഡ് ആയി മാറും. അപ്പം ഇത്തരത്തിൽ അൺബാലൻസ്ഡ് ആയി മാറുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഡയഗ്രത്തിൽ നമ്മൾ ഒരു കോയിൽ ടെസ്റ്റ് കോയിലും ഒരു കോയിൽ റെഫറൻസ് കോയിലും എടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം, നമ്മൾ ഈ ഒരു ടെസ്റ്റ് കോയിലും അല്ലെങ്കിൽ റെഫറൻസ് കോയിലും അടങ്ങുന്ന ഈ ഒരു ഫുൾ പോർഷൻ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ റെഫറൻസ് കോയിലിനടിയിൽ വേണമെങ്കിൽ ഡിഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ റെഫറൻസ് കോയിലിനടിയിൽ ഡിഫക്റ്റ് വരികയാണെങ്കിൽ ഈ റെഫറൻസ് കോയിൽ എന്ന് പറയുന്നത് നമുക്ക് അതായത് റെഫറൻസ് കോയിലിൻ്റെ ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ടും അതുപോലെ ടെസ്റ്റ് കോയിലിൻ്റെ ഔട്ട്പുട്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. എനിവേ റെഫറൻസ് കോയിലും ടെസ്റ്റ് കോയിലും അങ്ങും ഇങ്ങും മാറി മാറി വരാം, അത് പ്രശ്നമുള്ള കാര്യമല്ല. ബട്ട് അൾട്ടിമേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു കോയിൽ ക്രായ്ക്കുള്ള പോർഷനിൽ വരികയാണെങ്കിൽ അവിടെ ഈ രണ്ട് കോയിലിൻ്റെയും ഇംപെഡൻസുകൾ തമ്മിൽ ഒരു മിസ്മാച്ച് വരും. അല്ലെങ്കിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ബ്രിഡ്ജ് അൺബാലൻസ്ഡ് ആകും. ഓക്കെ, ഈ രണ്ട് കോയിലും ഇരിക്കുന്ന ഒരു സ്പെസിമെൻ്റെ അടിയിലാണ് അല്ലെങ്കിൽ ഒരു സ്പെസിമെൻ്റെ മുകളിലാണ്. പക്ഷെ ആ രണ്ട് കോയിലും ഇരിക്കുന്ന പോർഷനിൽ ക്രായ്ക്കില്ല എങ്കിൽ എപ്പോഴും എന്തായിരിക്കും? രണ്ട് കോയിലിൻ്റെ ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. അത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു കോയിലിൻ്റെ അടിയിൽ ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ രണ്ട് കോയിലിൻ്റെയും ഔട്ട്പുട്ട് വ്യത്യാസപ്പെടും. ഔട്ട്പുട്ട് വ്യത്യാസപ്പെട്ടാൽ കറസ്പോണ്ടിങ് ആയിട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ആയി മാറും. ഓക്കെ, ഇതാണ് ഈ ഒരു എക്യുപ്മെൻറ്റിൽ നടക്കുന്ന കാര്യം. ദെൻ ഇഫ് ദർ ഈസ് നോ ഡിഫക്റ്റ് ഓൺ ദ സാമ്പിൾ, then there will be no difference between the reference coil and the probe. So there will be no signal in the detector. If there is any defect on the sample, then there will be a change in the probe. Since the reference coil is kept constant, so there will be a differential signal between the reference coil and the probe. ഇപ്പം ഏതെങ്കിലും ഒരു കോയിൽ എടുത്താൽ മതി, റെഫറൻസ് കോയിലും ടെസ്റ്റ് കോയിലും മാറി മാറി വരാം. കാരണം ഏത് കോയിലിൻ്റെ അടിയിലാണോ ഡിഫക്റ്റ് ഉള്ളത് ആ കോയിലിനെ നമുക്ക് ടെസ്റ്റ് കോയിൽ എന്ന് വിളിക്കാം. ഡിഫക്റ്റ് ഇല്ലാത്ത പോർഷനിൽ ഇരിക്കുന്ന കോയിലിനെ റെഫറൻസ് കോയിൽ എന്ന് വിളിക്കാം. അപ്പോൾ എനിവേ ഒരു കോയിൽ ഡിഫക്റ്റ് ഉള്ള പോർഷനിൽ വരുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഈ റെഫറൻസ് കോയിലും അതുപോലെ ടെസ്റ്റ് കോയിലും തമ്മിലുള്ള ഔട്ട്പുട്ടിൽ വ്യത്യാസം ഉണ്ടാകും. അത് ആ ബ്രിഡ്ജിനെ അൺബാലൻസ്ഡ് ആക്കി മാറ്റും. ദെൻ ഈ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ദ എഡി കറന്റ് ഇൻ ദ കണ്ടക്ടിങ് മെറ്റീരിയൽ ജനറേറ്റ് ദെയർ ഓൺ മാഗ്നറ്റിക് ഫീൽഡ്. അത് ഒപ്പോസ് ചെയ്യുന്നു
അതൊക്കെ നമുക്കറിയാം, കാരണം അത് എഡി കറണ്ട് ടെസ്റ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. ദെൻ this in turn modifies the primary current usually in both phase and amplitude. If the current flowing through the primary field is shown on display, then variations can be seen in the presence of defects. ഓക്കെ, അപ്പോൾ നമുക്കത് ബേസിക് പ്രിൻസിപ്പിൾ നമുക്ക് ഓൾറെഡി അറിയാം. കാരണം എഡി കറണ്ട് ഫോം ചെയ്യുന്നു, എഡി കറണ്ട് സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു, അത് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നു, കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ എനിവേ ഇൻസ്ട്രുമെൻറ്റേഷനിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. കോയിൽസ് ഉണ്ട്, കോയിൽസിലേക്ക് നമുക്ക് കറണ്ട് കൊടുക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടാകും. ദെൻ കോയിൽസ് ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. 2 കോയിലുള്ള കേസാകുമ്പോൾ ഒരു കോയിൽ റെഫറൻസ് കോയിലും ഒരു കോയിൽ ടെസ്റ്റ് കോയിലുമായിട്ട് ആക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ 2 കോയിലിൽ ഒരു കോയിൽ ഡിഫക്റ്റ് ഉള്ള പോർഷനിലും ഒരു കോയിൽ ഡിഫക്റ്റ് ഇല്ലാത്ത പോർഷനിൽ വരുമ്പോഴും ആ കോയിൽസ് കണക്ട് ചെയ്തിരിക്കുന്ന ബ്രിഡ്ജ് അൺബാലൻസ്ഡായി മാറുന്നു. അപ്പോൾ അത്തരത്തിൽ അൺബാലൻസ്ഡായി മാറിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കത് ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേയിൽ അത് കാണാൻ സാധിക്കുന്നു. ദെൻ ഇംപെഡൻസ് മാച്ചിങ് ആണ്. അപ്പോൾ ആദ്യം ഇനീഷ്യലി നമുക്ക് കോയിൽ ഞാൻ പറഞ്ഞു ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ബ്രിഡ്ജാണ് ഈ കാണിക്കുന്നത്. എന്നിട്ട് ബ്രിഡ്ജിനെ നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തുന്നു. ഇനി എപ്പോഴാണോ ആ ഇംപെഡൻസിന് വേരിയേഷൻ ഉണ്ടാകുന്നത്, കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ബ്രിഡ്ജ് അൺബാലൻസ്ഡ് ആയി മാറും. ഇപ്പോൾ ഇവിടെ നമ്മളൊരു സിംഗിൾ കോയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ദെൻ ബാക്കി റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ബ്രിഡ്ജിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നു. ദെൻ ഈ ഒരു കോയിൽ ആയിരിക്കും നമ്മളിവിടെ പ്രോബായിട്ട് യൂസ് ചെയ്യുക. ദെൻ സ്പെസിമെനിലൂടെ നമ്മൾ ആ കോയിൽ പാസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആ വേരിയേഷൻസ് ബ്രിഡ്ജിൽ ഉണ്ടാകും. Then eddy current testing requires us to determine the components of the impedance of the detecting coil or the potential difference. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വേണ്ടത് ആ ഇംപെഡൻസിനുണ്ടാകുന്ന വേരിയേഷനാണ്. ദെൻ ഇവിടെ നമുക്ക് അതിനുവേണ്ടി ഒരു AC ബ്രിഡ്ജ് ഈ കാണുന്ന കണക്ട് ചെയ്തു. ആ ബ്രിഡ്ജിൻ്റെ പേരാണ് മാക്സ്വെൽസ് ബ്രിഡ്ജ്. അപ്പോൾ ക്രായ്ക്കുള്ള അല്ലെങ്കിൽ ആ കോയിൽ ക്രായ്ക്കുള്ള പോർഷനിൽ വരിക, അല്ലെങ്കിൽ കോയിലിന് എന്താണ് കോയിലിൻ്റെ ഇംപെഡൻസിന് വേരിയേഷൻ ഉണ്ടാകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ബ്രിഡ്ജ് അൺബാലൻസ്ഡ് ആവുന്നു, നമുക്ക് ഫൈനലായിട്ട് റിസൾട്ട് കിട്ടുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഓസിലേറ്റർ കൊണ്ട് ഓസിലേറ്ററിൻ്റെ ഉദ്ദേശം നമുക്ക് കോയിലിലേക്ക് വേണ്ട പവർ സപ്ലൈ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ഒരു കറണ്ട് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഓസിലേറ്ററുടെ ഉദ്ദേശം. ദെൻ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കുന്നു. Then variations in the impedance of the coil or probe upsets the balance. ആദ്യം ബ്രിഡ്ജ് ബാലൻസ് ചെയ്തിരിക്കുന്നു. ദെൻ ഇംപെഡൻസിന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകുന്നു, കോയിൽ ഇംപെഡൻസ്. അതിന് കാരണം ഡിഫക്റ്റ് ആകാം. അപ്പം അങ്ങനെ അൺബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ അത് ബ്രിഡ്ജിൻ്റെ ബാലൻസ് ആയിരിക്കുന്ന ബ്രിഡ്ജ് അൺബാലൻസ്ഡ് ആകുന്നു. ദെൻ നമ്മൾക്ക് ആ ഔട്ട്പുട്ട് എന്താണോ, ബ്രിഡ്ജിൻ്റെ ഔട്ട്പുട്ട് എന്താണോ, അത് കറസ്പോണ്ടിങ് ആയിട്ട് ഇംപെഡൻസ് വേരിയേഷനായിട്ട് കാണിക്കുന്നു. ദെൻ ഓസിലേറ്റർ നമ്മൾ പറഞ്ഞു ഇറ്റ് പ്രൊവൈഡ്സ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓഫ് ദ റിക്വയർഡ് ഫ്രീക്വൻസി. ദെൻ ടെസ്റ്റ് കോയിൽ നമുക്കറിയാം, ടെസ്റ്റ് കോയിലാണ് വേരി മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുക. ദെൻ ആ കോയിലിൻ്റെ ഇംപെഡൻസിലുണ്ടാകുന്ന വേരിയേഷനാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ സ്പെസിമെൻ ചെക്ക് ചെയ്യുക. ദെൻ സിഗ്നൽ പ്രോസസ്സിംഗ് ആൻഡ് ഫിൽറ്ററിങ്. അപ്പോൾ സിഗ്നൽ പ്രോസസ്സിംഗ് എന്താ ചെയ്യുന്നത്? ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് എ ഡേറ്റ അക്വിസിഷൻ സിസ്റ്റം. അതായത് ബ്രിഡ്ജിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ അതിനെ പ്രോസസ്സ് ചെയ്യണം, അതിനെ ഫിൽട്ടർ ചെയ്യണം. മേ ബി അതിനകത്ത് നോയ്സസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്ത് നമുക്ക് വേണ്ട സിഗ്നലായിട്ട് എടുക്കണം. അതോടൊപ്പം തന്നെ ആ ബ്രിഡ്ജിൽ നിന്ന് വരുന്ന ചിലപ്പോൾ സിഗ്നൽ വളരെ ചെറിയ സിഗ്നൽസ് ആണെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യണം, ഫിൽട്ടർ ചെയ്യണം. അപ്പോൾ അതിനുശേഷമായിരിക്കും ആ സിഗ്നൽ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുക. അപ്പോൾ അത് നമുക്ക് 2 രീതിയിൽ കാണാം. ഡെഡിക്കേറ്റഡ് ഡിസ്പ്ലേ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഇംപെഡൻസ് പ്ലെയിൻ ഡിസ്പ്ലേ ഉണ്ട്. ദെൻ കാലിബ്രേഷൻ. അപ്പോൾ നമുക്കിനി അടുത്തത് വേണ്ടത് ഈ എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ എക്യുപ്മെൻറ്റ് നമുക്ക് ഇംപെഡൻസ് വേരിയേഷനൊക്കെ കാണിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിൽ എന്താണോ ആ ഔട്ട്പുട്ട് കാണുന്നു. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് മെഷീനെ കാലിബ്രേറ്റ് ചെയ്യണം. കാരണം മെഷീൻ തരുന്ന റിസൾട്ട് കറക്റ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് ഈസ് നെസസറി ടു ഫസ്റ്റ് കാലിബ്രേറ്റ് ദ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ദെൻ ഡു ദ ടെസ്റ്റ്. ഇഫ് യു ഡു നോട്ട് കാലിബ്രേറ്റ് ദി ഇൻസ്ട്രുമെൻറ്റ് ദെൻ ദ റിസൾട്ട് വിൽ ബി എറോണിയസ്. അപ്പം നമുക്ക് എക്യുപ്മെൻറ്റ് തരുന്ന റിസൾട്ട് കറക്റ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം.
അത് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അതുപയോഗിച്ചുകൊണ്ട് ഇൻസ്പെക്ഷൻ നടത്താൻ സാധിക്കൂ. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യും? with the help of reference blocks or standard blocks. Reference blocks or standard blocks are used to calibrate the instrument, in which the blocks will have precisely cut out artificial flaws. അപ്പോൾ സ്റ്റാൻഡേർഡ് ബ്ലോക്സ് അല്ലെങ്കിൽ റെഫറൻസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു ബ്ലോക്കാണ്. ആ ബ്ലോക്കിൽ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത ഡിഫക്റ്റുകളുണ്ട്. അപ്പോൾ ഈ ഡിഫക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതിൻ്റെ ബേസിൽ നമുക്ക് ആ ഒരു എക്യുപ്മെൻറ്റ് കാലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. സോ റെഫറൻസ് സ്റ്റാൻഡേർഡ്സ് ഫോർ ക്രാക്ക് ഡിറ്റക്ഷൻ, കൊറോഷൻ തിന്നിങ് ആൻഡ് അതർ മെറ്റീരിയൽ ഡാമേജ്, റെഫറൻസ് സ്റ്റാൻഡേർഡ്സ് ആർ യൂസ്ഡ്. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോ റെഫറൻസ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകും. ഉദാഹരണം ക്രാക്ക് ഡിറ്റക്റ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാകും. ഇനി കൊറോഷൻ മൂലം മെറ്റീരിയലിന് തിന്നിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മെഷർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അതിനുവേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ആ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെഷീനെ ആദ്യം കാലിബ്രേറ്റ് ചെയ്യുന്നു. അതിന് ശേഷമായിരിക്കും നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. സോ the appearance of a test signal can be related to the appearance of a signal from a known defect on the reference standard to estimate the size of defect in the test component. അപ്പോൾ നമുക്ക് ടെസ്റ്റ് കമ്പോണൻറ്റിലെ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ സ്റ്റാൻഡേർഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിഫക്റ്റുകൾ, അപ്പോൾ അത് ആദ്യം ചെക്ക് ചെയ്തിട്ട് ദെൻ നമ്മുടെ മെഷീനെ കാലിബ്രേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ദെൻ നമ്മൾ എത്രത്തോളം ഉണ്ട്, നമ്മുടെ ആക്ച്വൽ സ്പെസിമെനിലെ ഡിഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കമ്പയർ ചെയ്യുന്നു. ദെൻ റെഫറൻസ് സ്റ്റാൻഡേർഡ്സ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് സ്റ്റാൻഡേർഡിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഷുഡ് ബി സെയിം മെറ്റീരിയൽ ആസ് ദ സാമ്പിൾ മെറ്റീരിയൽ. നമ്മൾ ഏത് സ്പെസിമെനാണോ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മെറ്റീരിയൽ എന്താണോ അതേ മെറ്റീരിയലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ദെൻ ആ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നു. ദെൻ നമുക്ക് ആ ഡിഫക്റ്റുകൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസിമെൻ അതിലെ ഡിഫക്റ്റുകൾ ഡിറ്റക്റ്റ് ചെയ്യുക. ദെൻ ഷുഡ് ബി മാനുഫാക്ചേർഡ് ഫ്രം ദ സെയിം മെറ്റീരിയൽ ടൈപ്പ്. ഓക്കെ. ദെൻ അതോടൊപ്പം തന്നെ സൈസസ് ആൻഡ് ടോളറൻസ് ഓഫ് ഫ്ലോസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ സ്റ്റാൻഡേർഡ്സ് ആർ യൂഷ്വലി റെഗുലേറ്റഡ് ബൈ ഇൻസ്പെക്ഷൻ സ്പെസിഫിക്കേഷൻസ്. ഇനി ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എഡി കറൻറ്റിന് വേണ്ടി. ഒന്ന് കണ്ടക്ടിവിറ്റി സ്റ്റാൻഡേർഡ്സ്, അതായത് നമ്മൾ കണ്ടക്ടിവിറ്റി ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൻ്റെ കണ്ടക്ടിവിറ്റി മെഷർമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി എത്രയാണ് എന്നുള്ളത് അറിയുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതിന് മുമ്പുള്ള ടെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട്. ദെൻ ഫ്ലാറ്റ് പ്ലേറ്റ് ഡിസ്കണ്ടിന്യൂറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഫ്ലാറ്റ് പ്ലേറ്റ് മെറ്റൽ തിന്നിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ട്യൂബ് ഡിസ്കണ്ടിന്യൂറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ട്യൂബ് മെറ്റൽ തിന്നിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഓരോന്നും സ്റ്റാൻഡേർഡ്സുകളാണ്. അപ്പോൾ അതിൽ ഫ്ലാറ്റ് പ്ലേറ്റ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് നമ്മളൊരു പ്ലേറ്റ് അതിനകത്ത് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ ഡിഫക്റ്റ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ്. ഇനി അതുപോലെ തന്നെ ആ ഫ്ലാറ്റ് പ്ലേറ്റ് കൊറോഷൻ മൂലം അതിൻ്റെ തിക്നെസ് കുറയുന്നുണ്ടെങ്കിൽ ദെൻ ആ ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡാണ്. അതുപോലെ തന്നെ ട്യൂബ് ഡിസ്കണ്ടിന്യൂറ്റി, ട്യൂബിൽ ഡിഫക്റ്റ് ഉണ്ട് എങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യും. ട്യൂബ് മെറ്റൽ തിന്നിങ്, ട്യൂബ് കൊറോഷൻ മൂലമോ അതിനകത്തെ മെറ്റീരിയൽ റിമൂവ് ആയി പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്യണം. ദെൻ അതിനുവേണ്ടിയുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകും, എക്സെട്ര. അപ്പം ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡുകൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഡിഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇലക്ട്രോൺ ഡിസ്ചാർജ് മെഷീനിങ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുക. നാരോ നോച്ചസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ഇലക്ട്രോൺ ഡിസ്ചാർജ് മെഷീനിങ് ആൻഡ് സോക്കറ്റ്സ് ആർ കോമൺലി യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ക്രാക്സ് ആൻഡ് ഡ്രിൽഡ് ഹോൾസ് ആർ ഓഫൺ യൂസ്ഡ് ടു സിമുലേറ്റ് കൊറോഷൻ പിറ്റിങ്. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ്സ് ആദ്യം യൂസ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കുന്നു. ദെൻ അതിനുശേഷം നമുക്ക് ആക്ച്വൽ സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യുന്നു. ആക്ച്വൽ സ്പെസിമെൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഡിഫക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ്സിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷീൻ എത്രത്തോളം ആക്യുറേറ്റ് ആണ്, അതിൻ്റെ റിസൾട്ട് എത്രത്തോളം കറക്റ്റാണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ കാലിബ്രേഷൻ ഫ്ലോക്സ് ഫോർ ബിയർ
ബിയറിംഗ് റോളേഴ്സ് ടെസ്റ്റിംഗ് ആണ്. ഇത് ഓരോ സ്റ്റാൻഡേർഡിലാണ് ഈ കാണുന്നത്. ദെൻ കാലിബ്രേഷൻ ബ്ലോക്സ് ഫോർ വെൽഡഡ് ജോയിൻ ടെസ്റ്റിംഗ് ആണ്. അപ്പം വെൽഡുകൾ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു കാലിബ്രേഷൻ ബ്ലോക്ക് യൂസ് ചെയ്യും. ദെൻ അതിനുശേഷം കാലിബ്രേഷൻ ബ്ലോക്ക് ഫോർ സർഫസ് ഡിഫക്ട്സ് ഡിറ്റക്ഷൻ. സർഫസിലുണ്ടാകുന്ന ഡിഫക്റ്റുകൾ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു കാലിബ്രേഷൻ ബ്ലോക്ക് യൂസ് ചെയ്യും. ദെൻ കാലിബ്രേഷൻ ബ്ലോക്ക് ഫോർ ഹോൾ ടെസ്റ്റിംഗ്. ഹോളുകൾ ടെസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കാലിബ്രേഷൻ ബ്ലോക്കാണ്. ദെൻ കണ്ടക്ടിവിറ്റി സ്റ്റാൻഡേർഡ് ഉണ്ട്. നമുക്കറിയാം ഡിഫറെൻറ്റ് മെറ്റീരിയൽസിന് ഡിഫറെൻറ്റ് കണ്ടക്ടിവിറ്റി ഉണ്ടാകും. അപ്പോൾ ആ കണ്ടക്ടിവിറ്റികൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആണ് ഈ കാണുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് പ്രോബുകൾ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബുകളുണ്ട്, അതെന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. താങ്ക് യു.